7 ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അപ്പുവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. അവളെയും മക്കളെയും സ്വീകരിക്കാൻ ആ വീട് എങ്ങനെയൊക്കെ അലങ്കരിക്കാമോ അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മവും അച്ചുവും ഉമ്മയും ഒക്കെ ചേർന്ന് മക്കളെ കിടത്താനുള്ള തൊഴിൽ പോലും രാജകീയമായി അലങ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ എൻ്റെ കാശിയേട്ടാ? വീടും മുറികളുമൊക്കെ കാണാൻ വിടർന്ന കണ്ണുകളോടെ അപ്പു തിരക്കി. അത് നമ്മുടെ കുഞ്ഞൂസങ്ങളെ സ്വീകരിക്കാൻ ഈ പിള്ളേർ ചെയ്തതാണ്. ഒക്കെ ഈ പിള്ളേരുടെ പണിയാണ്. അച്ചുവിനെയും ഉമ്മയെയും സോണിയെയും ഒക്കെ നോക്കി സന്തോഷത്തോടെ ഐഷുമ്മ പറഞ്ഞു. അപ്പു നിന്നതും നടന്നതും ഒക്കെ മതി. മുറിയിൽ ചെന്ന് കിടന്നേ മോളെ. മക്കൾ ഉണർന്നു കരയുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നേക്കാം. ഓരോന്ന് നോക്കിയും കണ്ടും കളിച്ചും ചിരിച്ചും നിന്ന അപ്പുവിനോട് ദേവകി പറഞ്ഞു. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല അമ്മമ്മേ, ഞാൻ പിന്നീട് കിടന്നോളാം. ചുണ്ടു ചുളുക്കി പറഞ്ഞിട്ട് അപ്പു കാശിയുടെ അടുത്തേക്കിരുന്നു. അമ്മമ്മ പറഞ്ഞതുപോലെ ചെയ്യപ്പോ. ഇങ്ങനെ ഒരുപാട് നേരം ഇരിക്കാനും നിൽക്കാനും ഒന്നും പാടില്ല. എന്ന് വെച്ച് എപ്പോഴും കിടക്കണം എന്നുമല്ല. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇതുവരെ ഒന്ന് കിടന്നില്ലല്ലോ. ഇപ്പോൾ പോയി കിടക്ക്. ഇനി കഴിക്കാൻ നേരം എഴുന്നേറ്റാൽ മതി. ദേവകി പറഞ്ഞിട്ട് കേൾക്കാതെ ഇരുന്ന അപ്പുവിനോട് കണ്ണുരുട്ടിക്കൊണ്ട് പറഞ്ഞു ഐഷുമ്മ. എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാൻ മടിയാണ്. കാശിയേട്ടനും കൂടെ വാ. രണ്ട് അമ്മൂമ്മമാരെയും കൂർപ്പിച്ചു നോക്കി അപ്പു കാശിയുടെ കയ്യിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് മെല്ലെ പറഞ്ഞു. ഇവിടെ എല്ലാവരും ഇരിക്കുമല്ലേടാ കുഞ്ഞെ. അവരൊക്കെ എന്താ കരുതുക? കാശിയേട്ടൻ്റെ കുഞ്ഞ് ഇപ്പോൾ പോയിക്കു കിടന്നോ, ഞാനങ്ങ് വന്നേക്കാം. കാശി ഒച്ച താഴ്ത്തി പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞതോടെ അപ്പു നിറഞ്ഞ കണ്ണുകൾ മറച്ചുകൊണ്ട് അവൻ്റെ കൈവിട്ട് എഴുന്നേറ്റുപോയി. കാശി ആവട്ടെ സങ്കടത്തിൽ അമ്മമ്മമാരെ ഒന്ന് നോക്കി. മോനും കൂടെ ചെല്ല്, അവളെ വിഷമിപ്പിക്കാതെ, ഐഷുമ്മ ചിരിയോടെ പറഞ്ഞു. ചെക്കനാവട്ടെ പ്രാണൻ കിട്ടിയതുപോലെ അപ്പുവിന് പിന്നാലെ മുറിയിലേക്ക് ഓടി. അപ്പുവിനെയും മക്കളെയും കുളിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഒക്കെയായി മലപ്പുറത്ത് നിന്ന് ഐഷുമ്മ ആളുകളെ കൊണ്ടുവന്നിരുന്നു. അവർ ആവട്ടെ ഇതുപോലെയുള്ള ജോലികൾക്ക് സ്ഥിരമായിട്ട് പോകുന്ന സ്ത്രീ കൂടെ ആയതിനാൽ അവർ നന്നായി തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തു. പണ്ടത്തെ പോലെ പ്രസവിച്ചു കിടക്കുന്ന പെണ്ണിന്റെ റൂമിൽ ഭർത്താവ് കയറിയെന്നോ കുറച്ചുനേരം കൂടെ ഇരുന്നു എന്നോ പറഞ്ഞ് ആരും കാശിയെ മാറ്റി നിർത്തിയില്ല. പകരം ഈ സാഹചര്യത്തിൽ ഒരു പെൺകുട്ടിക്ക് ഭർത്താവിന്റെ സാമീപ്യം കൂടെയാണ് എന്നാണ് ഐഷുമ്മ പറയുക. ഇതൊക്കെ കാണെ സോണിക്കും അച്ചുവിനും ഉമ്മയ്ക്കുമൊക്കെ അത്ഭുതമായിരുന്നുവെങ്കിൽ ദേവകിക്ക് കുഞ്ഞൊരു മുറുമുറുപ്പുമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചമ്മയെ കാശി ആദ്യമേ തറവാട്ടിലേക്ക് തിരികെ എത്തിച്ചു. 3 മാസങ്ങൾക്ക് ശേഷം ഇന്നാണ് കുഞ്ഞൂസുങ്ങളുടെ പേരിടൽ ചടങ്ങ്. കുഞ്ഞുങ്ങൾക്ക് 90 ചടങ്ങ് നടത്തിയാൽ മതി എന്നത് കാശിയുടെ തീരുമാനമായിരുന്നു. കാശിയുടെയും അപ്പുവിൻ്റെയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ വിളിച്ചവർ ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. ചടങ്ങിനായി അലങ്കരിച്ച രാഗത്തിന്റെ ഹാളിൽ വന്നിരുന്ന അപ്പുവിൻ്റെയും കാശിയുടെയും മടിയിൽ അണിയിച്ചൊരുക്കി വാവകളെ വെച്ചുകൊടുത്തു അരുന്ധതിയും അമ്മുവും കൂടെ. അമ്മയുടെ കുഞ്ഞൂസങ്ങൾ സുന്ദരിയും സുന്ദരനുമായല്ലോ. ചിരിയോടെ മക്കളെ ഉമ്മ വച്ചു പറഞ്ഞുകൊണ്ട് മുഖമുയർത്തിയ അപ്പു മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് ഒരു ഞെട്ടലോടെ കണ്ണ് ചിമ്മി ഒന്നുകൂടെ നോക്കിയിരിക്കെ അവളുടെ കണ്ണുകൾ മെല്ലെ നിറഞ്ഞു വന്നു. മിച്ചേച്ചി. അപ്പുവിന്റെ ചുണ്ടുകൾ വിറച്ചു. ഞാൻ താമസിച്ചില്ലല്ലോ, കൃത്യസമയത്ത് തന്നെ എത്തിയില്ലേ? മൃദുല ഒരു ചിരിയോടെ അപ്പുവിനെ ഒന്ന് നോക്കിയിട്ട് അമ്മയോട് തിരക്കി. ഇല്ലല്ലോ, കൃത്യസമയത്ത് തന്നെയാണ് എത്തിയത്, അമ്മയും സന്തോഷത്തോടെ പറഞ്ഞു. അവർ സംസാരിക്കുമ്പോഴൊക്കെ അപ്പുവിന്റെ കണ്ണുകൾ മൃദുലയുടെ മുഖത്ത് തന്നെയായിരുന്നു. ഇവിടുന്ന് പോയിട്ട് 2.5 വർഷത്തോളം ആയിരിക്കുന്നു. അപ്പോൾ കുഞ്ഞിന് 1.5-ൽ കൂടുതൽ പ്രായമുണ്ടാവും. ആ കുഞ്ഞ് ചേച്ചിയുടെ കൂടെ ഇല്ലേ? അതിനെ നഷ്ടപ്പെടുത്തി കളഞ്ഞോ? അവളെ കണ്ടപ്പോൾ അപ്പുവിന് തോന്നിയ സന്തോഷം കുഞ്ഞിന്റെ കാര്യം ഓർത്തപ്പോൾ അപ്പുവിന് നഷ്ടമായി. എൻ്റെ അപ്പൂട്ടാ, സമയം ഒരുപാടായി. നമുക്ക് ഇവർക്ക് ഓരോ പേര് വിളിച്ച ശേഷം മിച്ചുവിനെ കണ്ടാൽ പോരെ? അപ്പുവിന്റെ ഇരിപ്പ് കാണെ കാശി അവളുടെ കാതോരം ചുണ്ടു ചേർത്ത് തിരക്കി. പെട്ടെന്ന് അപ്പു മനസ്സൊന്ന് നിയന്ത്രിച്ചു. അതെ, ഞങ്ങളുടെ പൊന്നോമനകളുടെ ജീവിതത്തിലെ ആദ്യ ചടങ്ങാണ്. മറ്റൊന്നും ഓർത്തും ഈ നിമിഷത്തിന്റെ സന്തോഷം കളയാനാവില്ല. മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അപ്പു കാശിയെ നോക്കി ചിരിച്ചുകൊണ്ട് മോനെ മുന്നിലെ താലത്തിൽ നിർത്തിയത് മോളെ മടിയിൽ കിടത്തിക്കൊണ്ട് തന്നെ കറുത്ത ചരട് മോന്റെ അരയിൽ കെട്ടി കാശി. അതുപോലെ മോൾക്കും കെട്ടിയ ശേഷമാണ് പേര് വിളിച്ചത്. മോന്റെ പേര് തൻവിക്കെന്നും മോളെ തൻവി എന്നും പേര് വിളിക്കുമ്പോൾ സേതു നിറഞ്ഞ മിഴിയോടെ എന്നാൽ മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. കാരണം ആ പേരുകൾ പറഞ്ഞത് അയാളായിരുന്നു. ഒരഭിപ്രായം പോലെ പറഞ്ഞതാണ്. കാശി ആ പേര് ഉറപ്പിക്കുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. വീട്ടിൽ വിളിക്കാനുള്ള പേരുകൾ അമ്മയുടെ വകയായിരുന്നു. അമ്മയും വൈദുവും. ആ പേരുകൾ പറഞ്ഞതോടെ അപ്പുവിന്റെ കണ്ണുകൾക്കൊപ്പം ഐഷുമ്മയുടെ കണ്ണുകളും നിറഞ്ഞു പോയിരുന്നു. പിന്നെ അങ്ങോട്ട് സമ്മാനങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു. പൊന്നിൽ കിളിച്ച കുഞ്ഞു ചെക്കനും കുഞ്ഞിപ്പെട്ടും ഇനി തങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന പോലെ ഒടുവിൽ കാറി പൊളിക്കാൻ തുടങ്ങി. അപ്പു മക്കളെ കൊണ്ടുപോയി പാല് കൊടുത്ത് ഉറക്കാം, വാ. അച്ചു വന്നു കാറി പൊളിക്കുന്ന മോളെ കയ്യിലെടുക്കുന്നതിനിടെ പറഞ്ഞു. മോനെയും എടുത്ത് അച്ചുവിന്റെ പിന്നാലെ അകത്തേക്ക് പോകുമ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടെ തന്നെ നോക്കുന്ന മിച്ചുവിൽ അപ്പുവിന്റെ നോട്ടം പാളി വീണു. മക്കളുടെ രണ്ടാളുടെയും ദേഹത്തെ ഉടുപ്പും ആഭരണങ്ങളും ഒക്കെ അഴിച്ചു മാറ്റി പാല് കൊടുത്തതും പിള്ളേർ രണ്ടും ഉറക്കമായി. വൈകിട്ട് കുഞ്ഞൂസങ്ങൾക്ക് ഇത്തിരി കർപ്പൂരം ഒഴിഞ്ഞ് കത്തിക്കണം കേട്ടോ അപ്പൂസേ, കുഞ്ഞു ചെക്കൻ്റെ കവളിൽ മെല്ലെ ഒന്ന് തൊട്ടുകൊണ്ട് അച്ചു പറഞ്ഞു. അതൊക്കെ അമ്മായി കൃത്യസമയത്ത് ചെയ്യുമടി.
അങ്കിൾ ഒരു വലിയ പാക്കറ്റ് കർപ്പൂരം വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവർ ഒന്ന് ചിണുങ്ങിയാൽ തന്നെ അങ്കിളിന് വെപ്രാളമാണ്. ഉടനെ പറയും ചരട് കെട്ട്, ഒന്ന് കഴിഞ്ഞാൽ കണ്ണു ദോഷം മാറാൻ പിള്ളേർക്ക് ഉഴിഞ്ഞിടാമായിരുന്നു എന്ന്. അപ്പു മക്കളെ നോക്കി ഇരുന്നൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അപ്പു, വാതുക്കൽ നിന്ന് മൃദുല വിളിച്ചതും അപ്പു ഞെട്ടിത്തിരിഞ്ഞു നോക്കി. കയറി വാ ചേച്ചി. ആദ്യത്തെ ഞെട്ടൽ മാറിയതും അപ്പു അവളെ മുറിക്കുള്ളിലേക്ക് വിളിച്ചു. ഞാൻ പുറത്തു കാണും അപ്പു. അച്ചു അപ്പുവിനെ കൂർപ്പിച്ചെന്ന് നോക്കി പറഞ്ഞിട്ട് അകത്തേക്ക് കയറി വന്ന മൃദുലയുടെ മുഖത്തുപോലും നോക്കാതെ വാതിൽ ചാരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സുഖമാണോ മിച്ചേച്ചി? മൃദുലയുടെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് ഇരുത്തിയിട്ട് അപ്പു തിരക്കി. സുഖം. ചേച്ചി ഒറ്റയ്ക്കാണോ വന്നോ? അമ്മാവനും അമ്മായിയും മൃദുചേട്ടനും ഒന്നും വന്നില്ലേ? അപ്പു മടിയോടെ തിരക്കി. ഞാൻ ഒറ്റയ്ക്കല്ല അപ്പു വന്നത്. എൻ്റെ ഭർത്താവും കുഞ്ഞും ഞങ്ങളുടെ സാറാമ്മച്ചിയും കൂടെയുണ്ട്. പിന്നെ അച്ഛനും അമ്മയും ഏട്ടനും ഇപ്പോൾ ബാംഗ്ലൂർ തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. സന്തോഷം നിറഞ്ഞ വാക്കുകളോടെ മിച്ചു പറഞ്ഞു. ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞോ? ആരും പറഞ്ഞില്ലല്ലോ. ഇവിടെ ആരോടും പറഞ്ഞില്ലേ? അപ്പു വല്ലായ്മയോടെ ചോദിച്ചു. ഇല്ല അപ്പു, ഇവിടെ ആരും മാത്രമായിട്ട് അറിഞ്ഞിട്ടില്ല. ഒരു രജിസ്റ്റർ മാരേജ് ആയിരുന്നു ഞങ്ങളുടെ വിവാഹം നടത്തിയത്. പിന്നെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും സഹോദരനുമൊക്കെ പൊങ്ങച്ചം കാണിക്കാനായി ഡോക്ടർ നിന്നു കൊടുക്കുകയുമില്ല. അതുകൊണ്ടാവും ഇവിടെ ആരോടും പറയാതെ ഇരുന്നത്. ഡോക്ടർ? അതാരാ? അപ്പു സംശയത്തോടെ അവളെ നോക്കി. എൻ്റെ കെട്ടിയോൻ ഡോക്ടർ അലൻ സാമുവൽ, സൈക്കാട്രിസ്റ്റാണ്. കുറച്ചു കാലം ഡോക്ടർ എന്നെ ചികിത്സിച്ചിട്ടുണ്ട്. മിച്ചു ചെറു ചിരിയോടെ പറഞ്ഞു. ആ ചേട്ടനെ എനിക്ക് പരിചയപ്പെടുത്തി തരണേ. പിന്നെ വാവയെ കൂടെ എടുത്തോണ്ട് വരാത്തത് എന്താ ചേച്ചി? അപ്പു സ്നേഹത്തോടെ മൃദുലയുടെ കവിളിൽ കൈചേർത്ത് വെച്ചുകൊണ്ട് തിരക്കി. അവരിങ്ങ് വരും, നിന്നെ കണ്ടിട്ടേ പോകൂ. മൃദുല അപ്പുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നോട് നിനക്ക് വെറുപ്പ് തോന്നുന്നില്ലേ അപ്പു? ഞാൻ അമ്മയ്ക്കൊപ്പം ചേർന്ന് നിന്നെ എന്തോരം ദ്രോഹിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തെറ്റായിരുന്നു അപ്പു. അത് മനസ്സിലാക്കി വന്നപ്പോൾ എല്ലാം നഷ്ടമായി പോവുകയും ചെയ്തു. എന്നോട് ക്ഷമിക്കണേ അപ്പൂസേ. അപ്പുവിൻ്റെ കൈ പിടിച്ച് നെഞ്ചോട് ചേർത്തുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ മൃദുല പറഞ്ഞു. കരയാതെ ചേച്ചി, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ. എനിക്ക് ചേച്ചിയോട് ഒരു പിണക്കവുമില്ല. ചേച്ചി തെറ്റൊക്കെ മനസ്സിലാക്കി ജീവിക്കാൻ തുടങ്ങിയല്ലോ. ഇനി പഴയ തെറ്റുകളൊന്നും ആവർത്തിക്കാതെ നല്ലൊരു ഭാര്യയായി അമ്മയായി ജീവിച്ചാൽ മതി. അതാണ് എനിക്ക് സന്തോഷം. അപ്പു അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീര് തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു. ചെയ്തുപോയ തെറ്റുകളൊന്നും ഞാനിനി ഒരിക്കലും ആവർത്തിക്കില്ലപ്പോ. എൻ്റെ മോൻ്റെ നല്ല അമ്മയായി എനിക്ക് കൊതിതീരെ ജീവിക്കണം. മുഖമൊന്ന് അമർത്തി തുടച്ചുകൊണ്ട് മിച്ചു പറഞ്ഞു. ചേച്ചിയുടെ കഴിഞ്ഞ കാലമൊക്കെ ഡോക്ടർക്ക് അറിയോ? അപ്പു മെല്ലെ അവളോട് തിരക്കി. എല്ലാം അറിയാം അപ്പു. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ നിമിഷം വരെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും ഡോക്ടർക്ക് അറിയാം. മോനെ ഞാൻ പ്രസവിച്ചതൊന്നും എൻ്റെ ഓർമ്മയിലില്ലപ്പോ. മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് ഞാൻ ഡോക്ടർ ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ എത്തുന്നത്. പിന്നീട് എപ്പോഴോ എങ്ങനെയൊക്കെയോ എൻ്റെ കാര്യങ്ങൾ പുള്ളി അറിഞ്ഞിരുന്നു. പിഴച്ചുണ്ടായ കുഞ്ഞെന്ന് പറഞ്ഞ് എൻ്റെ മോനെ ഉപേക്ഷിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചതോടെ ഡോക്ടർ അവനെ ഏറ്റെടുത്തു. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയെയും നഷ്ടമായ ആളാണ് അദ്ദേഹം. കൂടെയുള്ളത് കുഞ്ഞുനാളിൽ അദ്ദേഹത്തെ നോക്കാൻ വന്നൊരു സ്ത്രീയാണ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട്, സാറാമ്മച്ചി. എൻ്റെ കുഞ്ഞിനെ 1 വയസ്സുവരെ വളർത്തിയത് ഡോക്ടറും സാറാമ്മച്ചിയും ചേർന്നാണ്. പിന്നീട് അസുഖമൊന്ന് കുറവായപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ബഹളമുണ്ടാക്കി. ആദ്യമൊന്നും അമ്മയോ അച്ഛനോ ഏട്ടനോ ഒന്നും പറയാൻ തയ്യാറായില്ല. ഒടുവിൽ ഞാൻ വീണ്ടും ഭ്രാന്തിയായി തീർന്നാൽ അവർക്കൊരു ഭാരമാകും എന്ന് തോന്നിയത് കൊണ്ടാവും കുഞ്ഞ് ഡോക്ടർ അലൻ്റെ കയ്യിൽ ഉണ്ടെന്നും ആൺകുട്ടിയാണ് എന്നും പറഞ്ഞു. പക്ഷേ ഡോക്ടർ അന്നേരം കുഞ്ഞുമായി മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു. ഭ്രാന്ത് പിടിച്ചതുപോലെയുള്ള കുറേ മാസങ്ങൾ. മോനെ കണ്ടുപിടിക്കാൻ ആരോട് സഹായം ചോദിക്കും എന്നോർത്ത് അലഞ്ഞു നടക്കുമ്പോഴാണ് അമ്മയും ഭർത്താവും എന്നെ അന്വേഷിച്ചു വരുന്നത്. അവരെന്നോട് നീ എന്നെ കാണാൻ ശ്രമിച്ചു എന്നും കുഞ്ഞിൻ്റെ കാര്യത്തിലാണ് നിനക്ക് ടെൻഷൻ എന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവരുടെ സഹായത്തോടെ ഞാൻ ഡോക്ടറെ കണ്ടെത്തി. അപ്പോഴേക്ക് അവന് 1 വയസ്സാവാൻ ആയിരുന്നു അപ്പോ. അന്ന് അവനെ കണ്ടപ്പോൾ ഉണ്ടല്ലോ അപ്പോ, ഈ ലോകം പിടിച്ചടക്കി സന്തോഷമായിരുന്നു. പക്ഷേ എൻ്റെ മോൻ, ഉണ്ണി എന്ന് ഡോക്ടർ വിളിച്ചിരുന്ന അലൻ സാമുവൽ, അവൻ എന്നിലേക്ക് അടുക്കാൻ ഒട്ടും തയ്യാറായിരുന്നില്ല. അവൻ അലൻ ഡോക്ടറുടെ മകൻ മാത്രമായിരുന്നു. അവനെ കാണാനും അവനൊപ്പം ഇരിക്കാനും കൊതിച്ച ദിവസങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഡോക്ടർ എന്നോട് ചോദിച്ചു, ഉണ്ണിക്ക് അപ്പനും അമ്മയും ആയിക്കൂടെ നമ്മൾക്കെന്ന്. ഇനി ഒരാളെ സ്നേഹിക്കാനോ അയാളുടെ സ്നേഹം പങ്കുപറ്റാനോ എനിക്ക് യാതൊരു യോഗ്യതയുമില്ലെന്ന് പറഞ്ഞു ഞാൻ ഒഴിഞ്ഞുമാറിയെങ്കിലും ഡോക്ടർക്ക് മോനില്ലാതെ പറ്റില്ല എന്ന് എനിക്കും അറിയാമായിരുന്നു. പിന്നെയും മാസങ്ങൾ നീണ്ടു ഞാനൊന്ന് സമ്മതം പറയാൻ. അതിന് കാരണക്കാരൻ അമ്നയും ഫായിസുമായിരുന്നു. അവർക്ക് നിന്നോടുള്ള സ്നേഹമായിരുന്നു അപ്പോൾ എൻ്റെ ജീവിതം. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഇടുക്കിയിലാണിപ്പോൾ ഞങ്ങൾ. ജീവിതം എന്താണെന്ന് എനിക്കിപ്പോൾ അറിയാമപ്പോ. നിന്റെ മുന്നിൽ വന്നു നിന്ന് ഇങ്ങനെ സംസാരിക്കാനുള്ള ധൈര്യം പോലും എനിക്ക് തന്നത് ഡോക്ടറാണ്. കണ്ണൊന്നുകൂടെ അമർത്തി തുടച്ചുകൊണ്ട് മിച്ചു പറഞ്ഞു. എനിക്ക് സന്തോഷമായ ചേച്ചി. ചേച്ചിയുടെ ജീവിതം അതിലേറെ മോൻ്റെ ജീവിതവും സേഫായല്ലോ. അത് മതി എനിക്ക്. മിച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അപ്പു പറഞ്ഞു. ഞങ്ങൾക്ക് അങ്ങോട്ട് വരാമല്ലോ അല്ലേ? വാതിൽ മെല്ലെ മുട്ടി ചോദിച്ചുകൊണ്ട് കയറി വന്ന കാശിക്കും ഫായിസിനുമൊപ്പം ഡോക്ടർ അലനും അയാളുടെ കയ്യിൽ അച്ചുവും.
എന്നെ മനസ്സിലായോ അപ്പൂന്? അലൻ ചിരിയോടെ ചോദിച്ചു. മനസ്സിലായി മിച്ചേച്ചിയുടെ ഡോക്ടർ, അപ്പു പുഞ്ചിരിയോടെ പറഞ്ഞു. മിച്ചേച്ചിയുടെ ഡോക്ടർ മാത്രമല്ല, അപ്പുവിന്റെ ചേട്ടൻ കൂടെയാണ് കേട്ടോ, സ്വതവേയുള്ള പുഞ്ചിരിയോടെ അലൻ പറഞ്ഞു. അപ്പു സന്തോഷത്തോടെ തലയാട്ടുന്നതിനൊപ്പം മോന്റെ കവളിൽ ഒന്ന് തലോടി. അപ്പായെ ആ വാവേനെ വേണം, വൈദ്യമോളെ ചൂണ്ടി അച്ചു മെല്ലെ അലന്റെ ചെവിയിൽ പറഞ്ഞു. യോ, ഇത് കുഞ്ഞുമോളല്ലേ, അവള് വലിയ കുട്ടിയാവട്ടെ, അപ്പൊ നമുക്ക് കൊണ്ടുപോവാം. അവനെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അലൻ പറഞ്ഞു. ഇല്ല അപ്പായെ, മോനെ അതിനെ വേണം, അച്ചു വാശിയോടെ ചുണ്ടു കോർപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ പണിയാകും മിച്ചു, നമുക്ക് ഇറങ്ങിയാലോ, മോനെ ഒതുക്കി പിടിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് മെല്ലെ എഴുന്നേറ്റു. അപ്പായെ പീച്ച്, അവൻ ഡോക്ടറുടെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും കൂടെ ഒരു ദിവസം അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ, ഇനി നിന്നാൽ എൻ്റെ ചെക്കൻ വൈദൂനെയും കൊണ്ടേ പോകൂ. പുറത്തേക്ക് ഇറങ്ങുന്നതിനിടെ അലൻ ചിരിയോടെ പറഞ്ഞു. എന്നാ പിന്നെ ഇനി നിൽക്കുന്നില്ല, ഇറങ്ങുക, നമുക്ക് ഇടയ്ക്ക് കാണാം കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞു കാറിലേക്ക് കയറുന്നേരം അലൻ പറഞ്ഞു. അമ്മേ വാവ, മിച്ചുവിൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് അച്ചു വീണ്ടും പറഞ്ഞു. നമുക്കിപ്പോൾ ബീച്ചിൽ പോയിട്ട് തിരികെ വരുമ്പോൾ വാവയെ കൊണ്ടുപോവാം കേട്ടോടാ കുഞ്ഞാപ്പി. അച്ചുവിൻ്റെ നെറ്റിയിൽ ഒന്ന് മുത്തി എല്ലാവരെയും നോക്കി കണ്ണൊന്ന് ചിമ്മിക്കൊണ്ട് അലൻ കാർ ഗേറ്റിന് പുറത്തേക്ക് ഓടിച്ചു പോയി. പിന്നെ ഇങ്ങ് വരട്ടെ, ഞാനെൻ്റെ പെങ്കൊച്ചിനെ അങ്ങ് കൊടുക്കാൻ പോവല്ലേ, എല്ലാവരും കേക്കെ പറഞ്ഞുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് നടന്നു അച്ചു. എൻ്റെ ദൈവമേ, ആ കുഞ്ഞുങ്ങൾ വളരുമ്പോൾ ഇനിയെങ്ങാനും ഉണ്ണിയെ മതിയെന്ന് വൈദു പറഞ്ഞാൽ ഇവളെന്ത് ചെയ്യുമോ ആവോ, അബി സ്വയം തലയ്ക്കൊന്ന് തല്ലിക്കൊണ്ട് പറഞ്ഞു. അതിനിമ്മണി പൊളിക്കും, എൻ്റെ വൈദുവെ എൻ്റെ കിച്ചുവിനുള്ളതാണ്, അതിനെന്താ വേണ്ടത് എന്നൊക്കെ എനിക്കറിയാം. തിരിഞ്ഞു നിന്ന് കണ്ണും തുറപ്പിച്ച് എല്ലാവരെയും നോക്കിക്കൊണ്ട് അച്ചു പറഞ്ഞു. അവളുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ട് അപ്പു അവിടെ ചിരി അടക്കി പിടിച്ചുകൊണ്ട് കാശിയെ നോക്കി. അവിടെയും അതേ അവസ്ഥ തന്നെയാണ്. എന്നോട് ഇത്രയും സ്നേഹമുണ്ടായിരുന്നോ എൻ്റെ അമ്മുച്ചേച്ചിക്കും പാച്ചുക്കും? രാത്രി പോകാനിറങ്ങിയവരെ ചുറ്റുപിടിച്ചു നിന്നുകൊണ്ട് അപ്പു ചോദിച്ചു. നീ ഞങ്ങളുടെ കുഞ്ഞു പെണ്ണല്ലേടി, നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ അളിയനൊപ്പം ഞങ്ങളും ഉണ്ടാവും. അവളുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് ഫായിസ് പറഞ്ഞു. എന്നാലേ അടുത്തിനി നിങ്ങൾക്കൊരു വാവ വരുന്നതാണ് എനിക്ക് ആഗ്രഹം. അമ്മയുടെയും ഫായിസിന്റെയും തന്നോടുള്ള സ്നേഹം ഓർക്കെ അപ്പുവിന്റെ കണ്ണൊന്ന് നനഞ്ഞു. ചുണ്ടിൽ ചിരി വിരിഞ്ഞു. ആ ചിരിയോടെ തന്നെ അപ്പു അവരോട് പറഞ്ഞു. നിന്റെ ആഗ്രഹം ഞങ്ങൾ ഉടനെ പരിഗണിക്കുന്നുണ്ട് അപ്പൂസേ. അവളുടെ തലയിൽ ഒന്ന് പൊട്ടി പറഞ്ഞിട്ട് കാറിലേക്ക് കയറിപ്പോയി രണ്ടാളും. പിന്നാലെ ബാക്കിയുള്ളവർ ഓരോരുത്തരായി യാത്ര പറഞ്ഞു പോയതോടെ അപ്പുവും കാശിയും അരുന്ധതിയും സേതുവും കുഞ്ഞൂസുങ്ങളും മാത്രമായി രാഗത്തിൽ. കുറച്ചേറെ ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി അപ്പൂസെ കിതപ്പോടെ വിളിച്ചുകൊണ്ട് കാശി അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. സന്തോഷമാണോ എൻ്റെ കാശിയേട്ടൻ ഇപ്പോൾ? പിന്നല്ലാതെ, സന്തോഷം മാത്രം. നെഞ്ചിൽ സന്തോഷം തുള്ളി തുളുമ്പുന്ന അവസ്ഥ. അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നുകൊണ്ട് കാശി പറഞ്ഞു. കാശിയേട്ടന് ഇപ്പോൾ എന്നോടാണോ കുഞ്ഞൂസുങ്ങളാണോ കൂടുതൽ ഇഷ്ടം? കുറുമ്പോടെ അവൻ്റെ നെഞ്ചിൽ കയറി കിടന്നുകൊണ്ട് അപ്പു തിരക്കി. പറയാൻ പറ്റില്ല, കാണിച്ചു തരട്ടെ? അവളെ വീണ്ടും നെഞ്ചിനടിയിലാക്കിക്കൊണ്ടവൻ ചോദിച്ചു. അയ്യോ വേണ്ട, ഇനിയും താങ്ങൂല മോനെ കാശിദേവ. താങ്ങണമല്ലോ മോളെ അപ്പൂസെ, പറഞ്ഞുകൊണ്ടവൻ ആ കഴുത്തിലേക്ക് മുഖം അമർത്തിയതും അപ്പു കിലുകിലെ ചിരിച്ചുകൊണ്ടവനെ ചുറ്റിപ്പിടിച്ചു തന്നിലേക്ക് ചേർത്തു. അങ്ങനെ കാശിയും അപ്പൂസും അവരുടെ കുഞ്ഞൂസുങ്ങളുമായി ഒരുപാട് കാലം സുഖമായി സന്തോഷത്തോടെ ജീവിക്കട്ടെ. ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നാൾ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒത്തിരി നന്ദി. ഓക്കെ, താങ്ക് യു.